ചേരമാൻ പെരുമാൾ തൊട്ട് മാലിക് ദീനാറിലൂടെ മഹാന്മാരായ പൊന്നാനി മഖ്ദൂമുമാർ, ബഹുമാനപ്പെട്ട ഉമർ ഖാളി അടക്കമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവരിലൂടെയാണ് കേരളത്തിൽ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ആ നിലയിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഈ രാജ്യത്ത് പഠിപ്പിക്കുകയും പ്രാവർത്തിക പദത്തിലൂടെ പരിശീലിപ്പിക്കുകയും ആ ദീനിൻ്റെ അഅ്മാലുകൾ നിർബന്ധമായതും അല്ലാത്തതുമായ എല്ലാം നടത്താൻ നമുക്കെല്ലാം അറിയാം. 10ഓളം പള്ളികൾ നിർമ്മിച്ച മാലിക് ദീനാറിലൂടെയാണ് കേരളത്തിൻ്റെ ഇസ്ലാമത പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കേവലം പള്ളി നിർമ്മിക്കുക മാത്രമല്ല, ആ പള്ളിയിൽ നാം നിർവഹിക്കേണ്ട അഅ്മാലുകളെക്കുറിച്ചും വ്യക്തിഗതമായ പരിശീലനം നൽകി ആ മുസ്ലിമീങ്ങളായ നമുക്ക് നിർബന്ധമായും അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ആ മഹത്തുക്കൾ നൽകിയിരുന്നു എന്ന സത്യം നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. എന്നാൽ ഞാനിത് പറയുന്നത് മഹാത്മാക്കളായ ഈ അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹത്തുക്കൾ ഇവിടെ മതപ്രബോധനം നടത്തിയെന്ന് വിശ്വസിക്കുകയും അവരിലൂടെ ഇസ്ലാമിനെ കണ്ടെത്താൻ സാധിച്ചു എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന നമ്മളോട് 987 സംശയിക്കുന്ന റാസൽ ഖൈമയിൽ കെ ഉമർ മൗലവി നടത്തിയ പ്രഭാഷണം, അറബിയിൽ യൂണിറ്റുകൾക്ക് ശാഖകൾക്ക് വിതരണം ചെയ്ത ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, മാലിക് ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും അനുചരന്മാരും കേരളത്തിൽ വന്ന് അവര് 10 പള്ളികൾ നിർമ്മിച്ചതല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിശ്വാസ പ്രമാണങ്ങളോ അനുഷ്ഠാന മുറകളോ ആചാര സമ്പ്രദായങ്ങളോ പഠിപ്പിച്ചു കൊടുത്തില്ല. ഇസ്ലാമിനെ തകർക്കാൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയാത്തവരാണെന്ന് വരുത്താൻ മനഃപൂർവ്വം അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ മേറ്ററാണത്. പിന്നെ 10 പള്ളികളുണ്ടാക്കി. ക്രമേണ ഈ പ്രബോധകന്മാർ മരണപ്പെട്ടപ്പോൾ ഇവിടെ അവരെ അംഗീകരിച്ച മുസ്ലിമീങ്ങൾ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി. ആ ഖബറിൽ ആരാധന നടത്തിക്കൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാം വളർന്നത്. അത് യഥാർത്ഥ ഇസ്ലാം അല്ലതാനും. ഖബർ ആരാധനയിലൂടെയാണ് ഈ മുസ്ലിമീങ്ങൾ ജീവിച്ചതെന്ന് സാക്ഷാൽ ഉമർ മൗലവിയുടെ പ്രസംഗം അറബിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നിട്ട് അയാൾ നിർത്തിയില്ല. ഈ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിൽ ഒരു പണ്ഡിത സംഘടനയുണ്ട്. ആ പണ്ഡിത സംഘടനയുടെ പേര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി സുന്നികൾ ശംസുൽ ഉലമ എന്ന് വിളിക്കുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ്. നിർത്തിയില്ല. ഈ ജനറൽ സെക്രട്ടറി നേതൃത്വം വഹിക്കുന്ന ഒരു കോളേജ് ദാറുസ്സലാം എന്ന പേരിൽ നന്ദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ നന്ദി ദാറുസ്സലാമിന്റെ വരുമാനം കോഴിക്കോട് അപ്പവാണിഭ മക്കാമിലൂടെ നേർച്ച വഴിപാടുകളിലൂടെ സംഭാവനകളാണ്, അല്ലെങ്കിൽ നേർച്ചകളാണ്. ഈ നാൾ വഴികൾ ഇവിടെ വ്യക്തമായി വിവരിച്ച് ആരിലൂടെയാണ് നമുക്ക് ദീൻ ലഭിച്ചതെന്നും ആ ദീനിന്റെ മാർഗത്തിൽ നമുക്ക് നേതൃത്വം നൽകുന്ന മഹത്തുക്കളുടെ അവസ്ഥ എന്താണെന്നും ഒക്കെ പഠിച്ച് മനസ്സിലാക്കി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തമായ മുന്നേറ്റത്തിന്റെ ഫലമായി സമസ്ത കേരള സുന്നി യുവജന സംഘവും തത്തുല്യ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന तमाम अंबिया और रुसुल जिसके बारे में यहाँ बुजुर्ग लोग कल और जितने भी तकरीर हुई है सारे के सारी तकरीरों में इस पर जोर देकर कहा गया है कि तमाम अंबिया मुरसलीन आए हैं अकीदे अहलुस्सुन्ना वल जमाअत लेके, और यहाँ मालिक बिन दीनार रलियल्लाहु अन्हु जो हुजूर के ज़माने में इस्लाम लेकर केरला में आया,
और मतलब 1921 तक जब केरला में गैर मुक़ल्लिद लोग आए, उस टाइम तक इस्लाम के जो नमूना केरला में मौजूद था वो इस्लाम मतलब हकीकी अहलुस सुन्ना वल जमात। मुसलमान और या इस्लामी ममालिक में उनको क्या करना है? ही इज टू डिक्लेयर ऑल मुस्लिम्स एज डिसबिलीवर्स and announce that it is shall to kill them, to seize their property, to violate their chastity, to make their men slaves and their women concubines, and to sell them at slave markets. He is to strive to discuss Muslims, to dissuade Muslims from obeying the Khalifa. He is to allege that the mausoleums, domes, and sacred places in Muslim countries are idols and polytheistic milieux and must therefore be demolished. मतलब बरीतानिया ने जो प्लान बनाया मुसलमानी ममालिक में, इस्लामी ममालिक में अपने लोगों को, जवासीस को भेजा, उसका मकसद ये है अहल सुन्ना को तोड़ फोड़ कर और मुसलमानों के दरमिया में फूट डालना। मुसलमान अंबिया, औलिया और मशाइख को एहतराम करते हैं, वो एहतराम को तोड़ना और ऐसा एक कम्युनिटी बनाना जहां बुजुर्गों के तरफ कोई एहतराम नहीं, कोई अकीदतमंद लोग नहीं है, ऐसे वो इबाहियत के और लादीनी के, लामज़हबियत के एक दुनिया बनाने का प्लान यूरोपियन लोगों ने बनाया। वही प्लान नाफिजुल अमल में लाने के लिए हमारे हिंदुस्तान शामिल जितने इस्लामिक ममालिक था उस जमाने में, वो तमाम ममालिकों में ऐसे जवासीस को मुख्तलिफ तंजीमों के नाम से वो नशर किया गया और सबके दलील कुरान था। मैं एक मिसाल हमेशा मैं हमारे शमाल के लोगों के सामने बोलने पर ये बोलता था, ये सही रास्ता क्या है? इहदिना सिरातल मुस्तकीम मौलाना साहब और सारे हजरात कल बयान किया, हमको सही रास्ता वही है कि कुरान के इरशाद गिरामी है, हम तो 17 टाइम कम अज कम ये दुआ मांगना है, इहदिना सिरातल मुस्तकीम। വിദ്യാഭ്യാസ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുന്ന നാം ഇതിന്റെ സംഘാടക സമിതിയായ എൻ്റെ പ്രിയപ്പെട്ട ഓരോ നാട്ടിലും സ്കൂളുകൾ നടത്തുന്നുണ്ട്, നാം യത്തീംഖാനകൾ നടത്തുന്നുണ്ട്. അത് മതവിദ്യാഭ്യാസവും കാലിക വിദ്യാഭ്യാസവും ആത്മീയ അന്തരീക്ഷത്തിൽ നൽകുക എന്ന മഹത്തായ സേവനമാണ് നാം ചെയ്തു വരുന്നത്. ഈ സേവനവുമായി പോകുന്ന നമ്മുടെ സ്കൂളുകൾ അതെല്ലാം നമ്മൾ CBSE പാസ്സായത്, അതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ ധാരാളം സ്കൂളുകൾ നമുക്കുണ്ട്. അൽഹംദുലില്ലാ 20 വർഷക്കാലത്തെ മുന്നേറ്റമാണ് നമുക്ക് വളരെ പ്രധാനം. 89-ൽ താജുൽ ഉലമ തങ്ങൾ ഈ എറണാകുളത്ത് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ആ സമ്മേളനത്തിന് ശേഷമാണ് നമുക്കൊരു വലിയ മുന്നേറ്റം. ആ മുന്നേറ്റത്തിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞു. അതിന്ന് ജില്ലയിലല്ല, താലൂക്കുകളിലും മേഖലകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് 619 IFS പാസ്സായ ആളുകളിൽ 9 എണ്ണമാണ് മുസ്ലിം ഉള്ളതെങ്കിൽ IAS പാസ്സായ ആളുകൾ 4790 IAS പാസ്സായ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സജീന്ദർ സത്താർ വളരെ വിശദമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. IAS പാസ്സായിരിക്കുന്ന ആളുകൾ 4790, അതിൽ 108 ആളുകളാണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ. നമ്മൾ പഠിക്കണം, സംഘാടകർ അറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ IAS പാസ്സായ ആളുകളുടെ കൂട്ടത്തിൽ 4790 108 എന്ന് പറയുമ്പോൾ വെറും 3%. 7% നീക്കിവെച്ച തസ്തികകൾ നികത്താൻ നമ്മുടെ കയ്യിൽ ആളുകളില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുവെന്ന് പറയുമ്പോൾ സംഘാടകരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മുടെ പ്രവർത്തനം ഇനിയും എത്രമാത്രം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദൗവത്ത് സെഷൻ ദേശീയ മുന്നേറ്റത്തിന്റെ കർമ്മദൗത്യങ്ങളെക്കുറിച്ചുള്ള ക്രിയാത്മക ചർച്ചകൾ കൊണ്ട് ശ്രദ്ധേയമായി. വലിയ മക്ബറയും വലിയ നേർച്ചയും മറ്റും നടന്നിരുന്ന കുറ്റ്യാടി എന്ന പ്രദേശത്തുള്ള പള്ളിയും മക്ബറയും കൈവശപ്പെടുത്തി. മക്ബറ പൂർണ്ണമായി പൊളിച്ചു മാറ്റി 1950-ൽ പള്ളി കൈവശപ്പെടുത്തി. മക്ബറ 64-ൽ പൊളിച്ചു മാറ്റി. ഇത് എടവണ്ണ, അതുപോലെ ഒതായി, അങ്ങനെ തുടങ്ങി പല സ്ഥലങ്ങളിലും നടന്ന ചരിത്രമാണ്. ഞാൻ ഒരു സ്ഥലമായി പറയുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ഉമ്മത്ത് നേരത്തെ വിശ്വസിച്ചും പ്രവർത്തിച്ചും വന്ന ആശയങ്ങൾ അത് സധൈര്യം പ്രഖ്യാപിക്കുന്ന പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും
ബിദ്അത്തിനെ ശക്തിയുക്തം പ്രതിരോധിക്കുകയും നമ്മുടെ ഒരു പള്ളിയും നഷ്ടപ്പെട്ടുകൂടാ, ഒരു മദ്രസയും നഷ്ടപ്പെട്ടുകൂടാ, നേരത്തെ നടന്നു വരുന്ന ഒരാചാരത്തിനും ഒരു പ്രദേശത്തും പൊതുവായ മാറ്റം വന്നുകൂടാ, അതിന് നാം സംഘടിച്ച് പ്രവർത്തിക്കണം എന്ന നിലക്കാണ് സമസ്ത കേരള സുന്നി യോജന സംഘം രൂപീകരിച്ച് പ്രവർത്തന രംഗത്തേക്ക് പണ്ഡിതന്മാർ SYS-നെ കൊണ്ടുവരുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം ബിദ്അത്തിനെ ശക്തിയുക്തം പ്രതിരോധിക്കുക എന്നതാണ്. ആ ബിദ്അത്തിനെ ശക്തിയുക്തം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മെ തളർത്തിക്കളയാനും നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യാനും പല ഭാഗങ്ങളിൽ നിന്നും അവരെ പിന്തുണച്ചുകൊണ്ടും അവർ പിന്തുണ നേടിക്കൊണ്ടും അവർ പല സ്ഥലങ്ങളിലും കയറിപ്പറ്റിയും ഒരുപാട് നീക്കങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുളിക്കലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സമ്മേളനം നടത്താൻ പോലീസ് പെർമിറ്റ് കിട്ടിയില്ല. ശരിയായ ഇഖ്ലാസുള്ള ഒരു പ്രബോധകൻ അവനവന്റെ വിഷയങ്ങൾ പലതും മാറ്റിവെക്കും. അതാണ് യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം പ്രശ്നം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അവനവൻ ഉൾക്കൊള്ളുന്ന സത്യം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് നമുക്കറിയാം, ഇന്നൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സർവ്വ മനുഷ്യരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വാസം ശരിയായ ബോധം വേണം. വഅമിലുസ് സാലിഹാത്ത്, സൽകർമ്മം പ്രവർത്തിക്കുന്നവനാകണം. വതവാസൗ ബിൽ ഹഖ്, ഉൾക്കൊള്ളുന്ന സത്യം പരസ്പരം വസിയ്യത്ത് ചെയ്ത് പ്രചരിപ്പിക്കുന്നവനാകണം. വസിയ്യത്ത് എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ പറയാറുള്ളത് മരിക്കുന്നതിന് മുമ്പ് എന്റെ മരണശേഷവും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഇവിടെ നടക്കണം എന്ന നിലക്ക് മരണസന്ദർഭത്തിൽ പറയുന്ന വാചകത്തിനാണ് സാധാരണ നിലക്ക് വസിയ്യത്ത് എന്ന് പറയാറുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അത്രയും വളരെ എന്റെ കാലശേഷവും ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം ഇവിടെ നിലനിൽക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടുകൂടിയുള്ള വസിയ്യത്ത്. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അങ്ങനെ സത്യം പ്രചരിപ്പിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ആരോപണങ്ങളുണ്ടാകും, പ്രത്യാരോപണങ്ങളുണ്ടാകും, പലതും ഉണ്ടാകും. വതവാസൗ ബിസ്സബ്ർ. ആ സമയത്ത് ക്ഷമിക്കണം, ആ ക്ഷമക്കും ക്ലാസ് കൊടുക്കണം. ഇത് ഇല്ലാത്തവൻ നഷ്ടപ്പെട്ടവനാണെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ക്ഷമിച്ചുകൊണ്ട് നാം നമ്മുടെ കാര്യത്തേക്കാൾ നമ്മൾ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിന് മുൻതൂക്കം നൽകാൻ നാം സന്നദ്ധരാകണം. അതൊരു പ്രബോധകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്, വളീഫയാണ്. മറ്റൊരു കാര്യം, ഏതൊരു പ്രബോധകനും അവൻ പ്രബോധനം ചെയ്യുന്ന വിഷയം മനസ്സിൽ ഉൾക്കൊള്ളുന്നതിന്റെ പുറമെ അവന്റെ ജീവിതത്തിൽ അത് പ്രകടമാവുകയും വേണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ കണ്ടോ, ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഅഹും. ഫലിദാലിക ഫദ്ഉ, ഓ നബിയെ, നേരത്തെ അമ്പിയാക്കൾ പഠിപ്പിച്ച, അവർ വസിയ്യത്ത് ചെയ്ത അതേ ആശയത്തിലേക്ക് തങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുക. ഫസ്തഖിം, തങ്ങൾ അവിടുന്ന് പ്രബോധനം ചെയ്യുന്ന അതേ ആശയം മുറുകെ പിടിച്ച് നേരെ ചൊവ്വേ ജീവിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് അവിടുത്തേക്ക് വക്രതയുണ്ടാവുകയില്ലെന്ന് അല്ലാഹുവിനറിയാം. മാ ദല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പിന്നെ എന്തിനു പറഞ്ഞു? നമുക്ക് പാഠം പഠിക്കാൻ വേണ്ടിയാണ്. ഫലിദാലിക ഫദ്ഉ വസ്തഖിം കമാ ഉമിർത വലാ തത്തബി അഹ്വാഅഹും. പ്രബോധനം ചെയ്യപ്പെടുന്ന സമൂഹം, ആ സമൂഹത്തിന്റെ മനസ്സിൽ പല ഊഹങ്ങളും ഉണ്ടാകും, അവരുടെ മനസ്സിൽ മനക്കോട്ടകളുണ്ടാകും, അവരുടെ മനസ്സിൽ പ്ലാനുകളുണ്ടാകും, അവരുടെ മനസ്സിൽ പല ആശയങ്ങളും ഉണ്ടാകും. പ്രബോധനം ചെയ്യപ്പെടുന്ന വ്യക്തികളുടെ അവരുടെ അഭിപ്രായങ്ങളെ മാത്രം അവലംബിച്ചുകൊണ്ടോ അവരുടെ ഊഹാപോഹങ്ങളെ പിന്തുടർന്നുകൊണ്ടോ അവർ ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ടോ പ്രബോധനം ചെയ്യരുത്. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ തടീച്ചകളെ താങ്കൾ പിന്തുടരരുത്. താങ്കൾ പിന്തുടരുന്നത് ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ ജനങ്ങളെ നയിക്കേണ്ടത് ആ വിഷയമായിരിക്കണം. പ്രബോധകൻ ഒരിക്കലും പ്രകോപനമുണ്ടാക്കാൻ പാടില്ല. പ്രകോപനമുണ്ടാകാൻ വഴിവെക്കുന്ന വാചകത്തിലൂടെ പ്രബോധനം നടത്താൻ പാടില്ല. ഇശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ പ്രഖ്യാപിക്കണം
എന്ന് പറയുമ്പോൾ ഓട്ടുന്ന ഒരാൾ പറയും, ഹേയ് അതെന്തിനാ ഞങ്ങളോട് പറയുന്നത്, എനിക്കത് കേൾക്കാൻ തന്നെ പറ്റില്ല, അത് ഞങ്ങളോട് പറയണ്ട എന്ന് പറയാൻ ഒരാളുണ്ടാവും. നേരെ മറിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. ആർക്കും പ്രകോപനം വേണ്ടല്ലോ, ആർക്കും പ്രതിഷേധം വേണ്ടല്ലോ. ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു മുഹമ്മദ് നബി നമ്മളെ പോലത്തെ മനുഷ്യനല്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നമ്മൾ ഒരിക്കലും തന്നെ ഈജാബുൽ മർഇ ഉണ്ടാകാൻ പാടില്ല. ഈജാബുൽ മർഇ ബിനഫ്സിഹി, അത്തരം ആളുകളെ ഉപദേശിച്ചാൽ പോലും നന്നാവുകയില്ല. അത് ഹദീസിൽ വന്നിട്ടുണ്ട്. അവനവന്റെ അഭിപ്രായം മാത്രം ശരി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ ശരിയല്ല, ഏറ്റവും കാര്യം തിരിയുന്നവൻ ഞാൻ എന്ന ഒരു ചിന്താഗതി ഒരു പ്രബോധകൻ ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന്, ഒരു പ്രബോധകൻ നല്ല ഹിമ്മത്തുള്ളവനായിരിക്കണം, മനക്കരുത്തില്ലാതെ പ്രബോധന രംഗത്തിറങ്ങിയാൽ ലക്ഷ്യം നേടാൻ കഴിയില്ല. നല്ല മനക്കരുത്ത്, ഏത് വിഷയത്തെയും എങ്ങനെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഒരു പ്രബോധകന് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ഒരു പ്രബോധകൻ അവന്റെ മേലെയുള്ള നേതൃത്വത്തെ പരിപൂർണമായി അനുസരിക്കുന്നവനായിരിക്കണം. മഹാന്മാരായ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചു, താബിഈങ്ങൾ സഹാബത്തിനെ അനുസരിച്ചു. ആ നിലയ്ക്ക് മേലെയുള്ള നേതൃത്വത്തെ അനുസരിക്കുന്നവനായിരിക്കണം. ഒരു പ്രബോധകൻ എപ്പോഴും പൊതുപ്രശ്നങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നവനായിരിക്കണം. മരിച്ച വീട്ടിൽ, രോഗമുള്ള സ്ഥലത്ത്, അത്തരം സ്ഥലങ്ങളിലെല്ലാം അവന്റെ സേവനങ്ങൾ പ്രകടമായി കണ്ടുകൊണ്ടേയിരിക്കണം. ഒരിക്കലും തന്നെ രഹസ്യങ്ങൾ പുറത്തു പറയുന്ന പ്രബോധകനാകാൻ പാടില്ല. രഹസ്യങ്ങൾ, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും രഹസ്യങ്ങൾ പരിപൂർണമായി കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ഒരു പ്രബോധകൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്നവനാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതിനെ സംബന്ധിച്ചാണ്. ഒരു പ്രബോധകൻ മറ്റുള്ളവരെ പരിഹസിക്കുന്നവനാകാൻ പാടില്ല, മറ്റുള്ളവനെ നിസ്സാരപ്പെടുത്തുന്നവനാകാൻ പാടില്ല, മറ്റുള്ളവരെ ആദരിക്കുന്നവനായിരിക്കണം. ഈ പ്രസ്ഥാനം 100% ദീനീ പ്രസ്ഥാനമാണ്. നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത്. അറിവുകൾ പുതുക്കുകയാണ്. 100% ഇത് ദീനീ പ്രസ്ഥാനമാണ്. ഇന്ത്യ രാജ്യത്തുള്ള വേറെ ഇസ്ലാമിൻ്റെ പേരിൽ ജീവിക്കുന്ന ഏതെങ്കിലും സംഘടനക്കാർ പറയുന്നത് പോലെ ഇസ്ലാമിക സംഘടനയാണ് എങ്കിൽ ഇസ്ലാമിക സംഘടന മാത്രമല്ല രാഷ്ട്രീയ സംഘടനയും കൂടിയാണ് എന്ന് കൂട്ടിക്കലർത്തി പറയുന്ന, അങ്ങനെ സംശയിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ പ്രസ്ഥാനത്തിനില്ല എന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ബഹുജന പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അങ്ങനെ മാത്രമേ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 100% ഇസ്ലാമിക പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ സംഘടനയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇബാദത്താണ്. ഈ സംഘടനയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇബാദത്താണ്. അതോടൊപ്പം സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ ഒരു ഇബാദത്ത് നിർവഹിക്കുന്നു എന്നതോടൊപ്പം തന്നെ മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനമെന്ന അതിപ്രധാനമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പങ്കുവഹിക്കാൻ സാധിക്കുന്നു എന്ന വലിയൊരു കർത്തവ്യ നിർവഹണവും കൂടി നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൽ നിലനിൽക്കുന്നു. നാം അത് മനസ്സിലാക്കുന്നു. जिसके निचोड़ पर इंशाअल्लाह उर्दू ज़ुबान में डॉक्टर अब्दुल हकीम अज़हरी साहब हमको हमारे सामने तकरीर फरमाएंगे. मैं अपने दिल से इस इजलास के लिए सबके खैर मुक़द्दम करता हूँ.
അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മുൻ ചരിത്രാധ്യാപകൻ ഡോക്ടർ സയ്യിദ് ജമാലുദ്ദീൻ അസ്ലം ഉദ്ഘാടനം ചെയ്തു. So I thank the organizers for giving me this opportunity. I'm asked to speak on the national Muslim identity. I have written a small paper in which I have tried to put together some stray thoughts, and I have given my paper a title, Understanding Muslim Identity. I am a student of history, so you will find that I will be referring back to several developments in history, and I will try to link those developments with the present scenario, the present situation. What strikes most is that despite all differences, most of you speak Malayalam, my mother tongue is Urdu. Your dress is different, and the dress we wear in North is different. The culture you represent is different, the culture I represent is different. Still, despite the fact that we speak different languages, we dress differently, we follow different cultures, still we connect with each other. And this thread of unity runs through the Muslim community. I again congratulate the team of Ali Janab, KP Abu Bakr Musliar, that it is from the south that the initiative has been taken to connect the Sunnis of South India with the Sunnis of the rest of the country. As you will see that here on this stage, almost all the states in India are represented. This is something we must laud. Muslims have found they have tried to find a kind of reconciliation between religion and the indigenous culture. Gatherings in mosques when we go to pray, pilgrimage to Sufi shrines, which of course is the domain of the Sunni Muslims. Wahhabis have nothing to do with it. Greetings on the occasion of the twin Eids, and now the Salafis have stopped greeting on the occasion of these Eids as well. Sharing of iftar at home or in a mosque. These are some of the important religious occasions when Muslims give a clear demonstration of unity and fraternity, which draw strength from the belief, our central belief, that all are equal before the Almighty Allah. നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വികസനത്തിനും നിർണായകമായ സംഭാവനകൾ അർപ്പിച്ച ഒരു സമൂഹമാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ കാലത്തിൻ്റെ ഏതോ ചില നിമിഷങ്ങളിൽ എവിടെയോ ചില ദൗർബല്യങ്ങൾ, ആരോ ഏൽപ്പിച്ച മുറിവുകളുടെ വേദനകൾ കാരണമായി നമ്മെ അപായങ്ങളിലേക്ക് കൊണ്ടുപോവുകയും വളരെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട പലതും ചിന്തിക്കാൻ കഴിയാതെ നാം പിന്നിലായി പോവുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഇന്ന് രാജ്യത്തുള്ള ഒരു ഓമനപ്പേരാണ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, പിന്നോക്ക സമൂഹം. കേരളമൊഴികെയുള്ള സംസ്ഥാനങ്ങളും തമ്മിൽ ആരോ അതിൻ്റെ ഇടയിലൊരു ഭിത്തി കെട്ടിവെച്ചതുപോലെയാണ് നമ്മുടെ അനുഭവം. മംഗലാപുരത്തെ ഞാൻ അതിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു. പക്ഷേ അവരെ മലയാളികളുടെ കൂട്ടത്തിലാണ് സാധാരണ എണ്ണാറുള്ളത്. അവിടെയൊക്കെ വയലിന് പോയാൽ നമ്മളവരോട് ചോദിക്കും ഏത് ഭാഷയിലാണ് പറയേണ്ടത്. അവർ പറയും മലയാളം പറഞ്ഞാൽ മതി, കാരണം കർണാടക എന്ന് പറഞ്ഞാൽ കർണാടക മലയാളമാണ്. ദ്വീപുകളുടേതാവട്ടെ അതും ഏതാണ്ട് മലയാളി കൾച്ചറുകളാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ സ്വഭാവം നോക്കിയാൽ ആ പ്രദേശങ്ങളും ഈ മലയാള മണ്ണും തമ്മിൽ എന്തോ സാംസ്കാരികമായ വലിയൊരന്തരം
ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് മാറ്റിയെടുക്കാൻ എപ്പോൾ നമുക്ക് കഴിയുന്നുവോ അന്ന് മാത്രമേ ദേശീയ മുന്നേറ്റത്തെ ചർച്ച ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഞാൻ പറയുന്നത്, മൊത്തത്തിൽ ഉത്തരേന്ത്യയിലെ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവരിൽ ഇസ്ലാമികമായ കേരളീയമായ ഒരു ശൈലി മെല്ലെ മെല്ലെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിജയിച്ചതായി നമുക്ക് അനുഭവപ്പെട്ടപ്പോൾ കേരളത്തിലുള്ളതുപോലെ സംഘടനാ ചാനലുകളും ഇവിടെയുള്ള മദ്രസ പോലെയുള്ള മദ്രസകളും ഇവിടെ നടക്കുന്ന മതപ്രബോധന പ്രവർത്തനങ്ങളും മറ്റു സ്റ്റേറ്റുകളിൽ കൂടി പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയും എന്ന ഒരാശയത്തിലേക്ക് ഇന്ന് നാം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ പ്രതിഫലനമായി ഇന്ന് ഇന്ത്യ മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ സ്വാഗതാർഹമാണ്. ഡൽഹിയിലും മദ്രാസിലും ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കേരളത്തിലെ മതപണ്ഡിതന്മാരുടെ SYSന്റെ നേതൃത്വത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പശ്ചാത്തലമായി ഉദാഹരണമായി ചില കാര്യങ്ങൾ അത്തരക്കാരായ ആളുകൾ പറയാറുള്ളത്, ഈ കേരളക്കരയിൽ അത്തരം ചില സാമുദായിക പാർട്ടികൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഈ ഇസ്ലാമിന് ഈ പച്ചപ്പ് ഇവിടെ നിലനിൽക്കുന്നത്, ഇസ്ലാമിന് ഈ സൗന്ദര്യം ഇവിടെ നിലനിൽക്കുന്നത് അത്തരം സാമുദായിക പാർട്ടികളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് അവർ അവകാശപ്പെടാറുമുണ്ട്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മുഴുക്കെ ഇസ്ലാമികമായൊരു മുന്നേറ്റം ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പാർലമെന്റിലേക്ക് കുറെ മെമ്പർമാരെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഇന്ത്യ മുഴുക്കെ ഇസ്ലാമികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മളിവിടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ പണ്ഡിതന്മാർ മുസ്ലിം സമുദായത്തിൽ തന്നെ ഉള്ളവർ ആ പ്രദേശങ്ങളിലുണ്ട്. അവർക്കൊന്നും ആ പ്രദേശങ്ങളിലുള്ള ജനങ്ങളെ വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ അവർ പരാജയപ്പെട്ട് കിടക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രം നിർണായകമായി മാറുന്നത്. ഞാൻ പറയുന്നത്, ദേശീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ മുഖത്തെ ജനങ്ങൾക്ക് അനാവരണം ചെയ്തു കൊടുക്കുക എന്ന ബാധ്യത ദൈവത്തിൻ്റെ ഭാഗമായി നമ്മുടെ തലയിൽ അർപ്പിതമാണ്. കേരളീയ മാതൃകയിൽ ഇന്ത്യ മുഴുക്കെ ഇസ്ലാമികമായ മുന്നേറ്റങ്ങൾക്ക് മതപണ്ഡിതന്മാർ നേതൃത്വം നൽകണം. എങ്കിൽ വിജയിക്കാൻ കഴിയും, വിജയിപ്പിക്കാൻ കഴിയും. പെട്ടെന്ന് സംഘടനകൾ തട്ടിപ്പടക്കുക എന്നതിന് പകരം വളരെ ആസൂത്രിതമായി, സുചിന്തിതമായി, ഒരു സമയബന്ധിതമായ പരിപാടിയിലൂടെ ദേശീയ മുന്നേറ്റത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്ന പ്രതീക്ഷ ഉണ്ട്. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന വിശുദ്ധ വാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള നല്ല ഒരു സമീപനം ഈ വിഷയത്തിൽ സ്വീകരിക്കുവാൻ നമ്മുടെ സംഘടനയ്ക്ക്, ഉലമാക്കൾക്ക് കരുത്തും ശക്തിയും തൗഫീഖും നൽകട്ടെ. യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് 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 സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് जब हुस्न था उनका जलवा नुमा, जब
حسن تھا ان کا جلوہ نما انوار کا عالم کیا ہوگا جب حسن تھا ان کا جلوہ نما انوار کا عالم کیا ہوگا ہر کوئی فدا گئے بن دیکھے ہر کوئی فدا گئے بن دیکھے دیدار کا عالم کیا ہوگا. اب اس سارے نوٹس میں یہی آواز ہے. کیا چیز ہے کیرلا میں؟ دیکھو کیرلا میں کیا چیز ہے وہی دیکھنے کے لیے آسام، نارتھ ایسٹ یعنی تریپورا، میگھالیہ سارے کے علاقے میں یہ آواز ہو گیا کہ اہل سنت والجماعت کا اصل جو مقصود ہے وہ کیرلا میں رہ گیا. ہمارے یہاں تو تھوڑا تھوڑا ہے. ہماری کمی کیا ہے؟ اعمال صالحہ کی کمی ہے. یہی نارتھ ایسٹ کا سب سے کمی. میں سوچا یہاں دیکھا کہ آپ حضرات کی جیسے اعمال صالحہ ہے حضرات مقررین نے جو نصیحت فرمائے. جب کیرلا میں بدعتی تحریک نے جنم لیا تو کیرلا کے باغیور علماء کرام نے علامہ اقبال کے اس شعر کو قوم کی شکل میں عملی جامے میں پہنا کر کے دکھایا. ڈاکٹر اقبال نے کہا تھا قوم مذہب سے ہے، مذہب جو نہیں تم بھی نہیں، اور جذب باہم جو نہیں محفل انجم بھی نہیں. جذب باہم کی اہمیت اہل دانش پر روز روشن کی طرح واضح ہے. جب ہم آج کیرلا کے سامنے اپنی دیگر ریاستوں کا جائزہ لیتے ہیں تو ہمیں اپنی دیگر ریاستوں میں کیرلا کی بنسبت جماعت اہل سنت کے اندر تنظیمی فقدان بہت زیادہ نظر آتا ہے. ان لوگوں کی کوششوں سے اب یہ ہوا ہے کہ دہلی کی سرزمین پر اسلامی تعلیمی بورڈ کی ایک پہچان ہے، ایک شناخت ہے، اور یہ بہت تیزی کے ساتھ یہ بورڈ نہ صرف دہلی کی سرزمین پر بلکہ یو پی اور ناردرن انڈیا میں بہت تیزی کے ساتھ یہ تنظیم، یہ آرگنائزیشن آگے بڑھ رہی ہے. اینڈ آئی ہوپ دیٹ دس آرگنائزیشن اینڈ دس بورڈ ول امپروو ان نیئر فیوچر انشاءاللہ آلسو. اور انہوں نے جو کوششیں وقف بورڈ کے حوالے سے کی ہیں، انہوں نے ادارہ قائم کرنے کا جو پروپوزل میرے سامنے رکھا ہے، I would try my best to approach the political leaders and those who will cooperate to me and my organization and my thought. I will try my best to propagate and to strong this organization inshallah. اور میں امید کرتا ہوں کہ جس تیزی کے ساتھ دہلی کی سرزمین پر یہ کوشش کر رہے ہیں. اس کے علاوہ بھی اور ساری بڑی بڑی درسگاہیں ہیں. علماء کرام کی ایک بڑی تعداد گھوسی، مبارک پور ایک فوج مانی جاتی ہے. لیکن بس وہی کمی ہے، ضرورت ہے. انشاءاللہ ہم سیکھ بھی رہے ہیں اور سیکھنے کی کوشش بھی کریں گے کہ ایک تبلیغی اور ایک دعوتی مشن شروع ہو جس میں ایک انتظام نظم کے ساتھ، پوری جمعیت کے ساتھ اور پورے اخلاص کے ساتھ، اور ان کو نمونہ بناتے ہوئے، جو SYS کی مثال میں سامنے دیکھ رہا ہوں، اس کو نمونہ بناتے ہوئے ان کو شیشے میں اتارنے کی کوشش کریں. یا تو اس سسٹم کو وہاں لاگو کریں یا اس کو سبق سیکھ کر کے وہاں پہ اس مشن کو آگے بڑھایا جائے. ہم لوگ یہاں سے یہ امید رکھتے ہیں کہ دعوت و تبلیغ کا جو بہتر طریقے سے انتظام یہاں چل رہا ہے اس انتظام کو ہم نارتھ انڈیا میں لاگو کریں. لیکن اس سے پہلے ضروری ہے کہ جس طرح سے یہاں بہتر انداز میں جو مدارس چل رہے ہیں ہمارے یہاں بھی اسی طرح سے بہتر مدارس بنائے جائیں. ہندوستان عہد نبوی میں بھی خصوصی توجہ کا مرکز رہا ہے. چنانچہ حضور اکرم صلی اللہ علیہ وسلم کا ارشاد ہے، مجھے ہندوستان سے ربانی خوشبو آتی ہے. یہ اس لیے کہ جب حضرت آدم علیہ السلام بحکم خداوندی اہبطوا بعضکم لبعض عدو ولکم فی الارض مستقر جنت کی زیارت کے لیے جنت سے دنیا میں اتارے گئے تو آپ کا نزول سرندیپ یعنی سری لنکا کی پہاڑی پر ہوا، جہاں آج تک آپ کے نشان قدم چٹان پر موجود ہیں، اور اس کی زیارت کے لیے دور دراز علاقوں سے عقیدت مند آتے رہتے ہیں. سنی نوجوان تنظیم جب کیرلا میں اس کی تشکیل ہوئی تھی، اسی وقت میں
अंडमान में यहाँ के उलमा हजरात के जियारत के खातिर के नतीजे से वहाँ तश्कील हुई। 1950 से सुन्नी नौजवान तंजीम वहाँ ज़ेर अमल है। साथ ही साथ उस वक्त कायम किया गया एक बहुत बड़ा मदरसा अभी भी है। और यह हकीकत मैं कहना चाहूँगा, उलमा हजरात के वहाँ तशरीफ आवरी से आज हिंदुस्तान में बाबरी मस्जिद का शक्ल में अगर कोई जगह एक मस्जिद है तो जजीरा अंडमान के पोर्ट ब्लेयर के सरजमीन में हम पाएंगे एक बहुत बड़ा मस्जिद, जमा मस्जिद, जो ബാബറി മസ്ജിദ് के ഐൻ ശക്ൽ है। കേരളത്തിലെ സുന്നി പ്രസ്ഥാനം നടത്തുന്ന നല്ല കാര്യങ്ങളെ ഈ പ്രാസ്ഥാനിക മുന്നേറ്റം ഇന്ത്യ ഒട്ടുക്കും വ്യാപിപ്പിക്കുന്നതിന് ഞങ്ങളെല്ലാവരും ബദ്ധശ്രദ്ധരാണ് എന്ന കാര്യമാണ് അവരെല്ലാം ആണയിട്ട് പറഞ്ഞിരിക്കുന്നത്. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ വ്യാപനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ കൂടുതലായി നാം നടത്തിയിട്ടുള്ളത്. ഉറുദു, കന്നഡ, തമിഴ് ഭാഷകളിലാണ് മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നമ്മുടെ പുസ്തകങ്ങൾ ഉള്ളതെങ്കിൽ ബംഗാളി ഭാഷയിലും ഒറിയ, ഗുജറാത്തി, കശ്മീരി പോലെയുള്ള ഭാഷകളിലും പുസ്തകം വേണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അത്തരം ഓരോ സ്റ്റേറ്റുകളിലും നൂറുകണക്കിന് മദ്രസകൾ ഇപ്പോൾ ഉറുദു മീഡിയത്തിൽ, ആ സംസ്ഥാനങ്ങളിലെല്ലാം മുസ്ലിങ്ങൾ അവരുടെ മാതൃഭാഷ വേറെയാണെങ്കിലും എല്ലാവരും പൊതുവെ ഉറുദു അറിയുന്നവരാണ്. എങ്കിലും മാതൃഭാഷയിൽ തന്നെയുള്ള പുസ്തകങ്ങളാണ് കൂടുതൽ വ്യാപിക്കാൻ കാരണമായി തീരുക എന്നുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, സംഘടിതമായ ശക്തി എല്ലാ സ്ഥലത്തുമുണ്ട്. യു പിയിലും മറ്റുമൊക്കെയുള്ള ഒരു ജില്ലയിലെ ശക്തി അല്ലെങ്കിൽ ഒരു ഖാൻഗാഹിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലെ ഒരു SYSനോട് തുല്യമായൊരു പ്രസ്ഥാനമായിരിക്കും ഒരു പക്ഷേ. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഇത്തരം ഒരുപാട് ചെറിയ ചെറിയ സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ ഒരു കൊടിക്ക് കീഴിലായി വലിയൊരു ശക്തിയായി മാറുമ്പോൾ തീർച്ചയായും ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തിയുള്ളൊരു പ്രസ്ഥാനമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.